ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള തീർത്തും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണിത്. അതെ, വളരെ ഒരു പ്രകോപനപരമായ വാദമാണ് ഇത് മുന്നോട്ട് വെക്കുന്നത്. നമുക്കതിലേക്ക് നേരിട്ട് കടക്കാം. ഇതിലെ പ്രധാന വാദം ഇതാണ്: ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകാനുള്ള സാധ്യത 100%. ഒരു ഇസ്ലാമിക രാഷ്ട്രമാകാനുള്ള സാധ്യത അതിന്റെ 20 ഇരട്ടി, അതായത് 2000%. അതെ, ഈ കണക്ക് കേൾക്കുമ്പോൾ തന്നെ ആരും ഒന്ന് അമ്പരന്നു പോകും, അല്ലേ? തീർച്ചയായും. അപ്പോ സ്വാഭാവികമായും ചോദ്യം വരും, ഇത്രയും വലിയൊരു പ്രവചനത്തിന് എന്താണ് അടിസ്ഥാനം? അതുതന്നെ. ഇവിടെയാണ് കൗതുകകരമായ കാര്യം. ഇതിന് ആധാരമായി ഈ രേഖ ചൂണ്ടിക്കാണിക്കുന്നത് ഒരൊറ്റ ആശയത്തെയാണ്. ഒരൊറ്റ ആശയമോ? ഒരു രാജ്യത്തിന്റെ ഭാവിയെ നിർണയിക്കാൻ? അതെ, അത് ഓരോ മുസ്ലിമിന്റെയും ആത്യന്തിക ലക്ഷ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ ലേഖനം പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ പറയുന്ന ആത്യന്തിക ലക്ഷ്യം? ഈ രേഖ സമർത്ഥിക്കുന്നത് ആ ലക്ഷ്യം ഇസ്ലാമിനു വേണ്ടി മരിക്കുക അഥവാ ജിഹാദ് ചെയ്തു മരിക്കുക എന്നാണ്. ജിഹാദ് ചെയ്തു മരിക്കുക? അതെ. ഈ രേഖയുടെ വീക്ഷണത്തിൽ യുദ്ധം ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ പോലും ചെയ്യാതെ മരിക്കുന്ന ഒരുവൻ, അവൻ ഒരു കാഫിറിനോട്, അതായത് ഒരു അവിശ്വാസിയോട് അടുത്താണ് നിൽക്കുന്നത് എന്നാണ്. അതായത് അതൊരു തരം കാപട്യമാണ് എന്ന്. ശരിയാണ്. ആ വ്യക്തി കാപട്യത്തിലാണ് മരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നു. ഇതിന് തെളിവായി അവരൊരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഏതാണത്? യുദ്ധം ചെയ്യുകയോ യുദ്ധം ചെയ്യണമെന്ന് ചിന്തിക്കുകയോ ചെയ്യാതെ മരിക്കുന്നവൻ കാപട്യത്തിന്റെ ഒരു ശാഖയിലാണ് മരിക്കുന്നത് എന്ന് പറയുന്ന ഒരു ഹദീസ്. അപ്പോ ഈ ഒരൊറ്റ വാക്യത്തെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചുള്ള ഇത്രയും വലിയൊരു നിഗമനത്തിൽ ഇവരെത്തുന്നത്. അതെ, അതാണ് ഈ വാദത്തിന്റെ കാതൽ. ഒരു വ്യക്തിയുടെ പരമമായ ലക്ഷ്യം എന്ന ഒരൊറ്റ ആശയത്തെ, അതിനെ ഒരു രാജ്യത്തിന്റെ മുഴുവൻ രാഷ്ട്രീയ ഗതിയെയും നിർണയിക്കുന്ന ഘടകമായി അവതരിപ്പിക്കുകയാണ് ഈ രേഖ. പക്ഷെ ഇതിലൊരു പ്രശ്നമുണ്ടല്ലോ. എന്താണത്? ഒരു മതത്തിലെ കോടിക്കണക്കിന് ആളുകളെ ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് ചുരുക്കുന്നത് ഒരു ലളിതവൽക്കരണമല്ലേ? തീർച്ചയായും, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു വലിയ പ്രവചനം. അതെങ്ങനെയാണ് ഒരു പ്രത്യേക മതപരമായ ആശയത്തെയും അതിന്റെ ഒരു പ്രത്യേക വ്യാഖ്യാനത്തെയും മാത്രം അടിസ്ഥാനമാക്കി രൂപപ്പെടുന്നതെന്ന്? ശരിയാണ്. അപ്പൊ നമുക്ക് ചിന്തിക്കാനായ ഒരു കാര്യം കൂടി ഇവിടെ ബാക്കിയുണ്ട്. ഒരു ആശയത്തെ ഒരു സമൂഹത്തിന്റെ മുഴുവൻ പ്രേരക ശക്തിയായി നമ്മൾ കാണുമ്പോൾ, ഒരു രാജ്യത്തിന്റെ സങ്കീർണമായ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളിലെ മറ്റെന്തെല്ലാം ഘടകങ്ങളാവാം ഒരുപക്ഷെ നമ്മുടെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞു പോകുന്നത്? ചോദ്യം ഇങ്ങനെയാണ്: നിങ്ങൾ ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ ഇന്നുള്ള ഇസ്ലാമിക പണ്ഡിതർ എന്തുകൊണ്ട് കാഫിറിനോട് യുദ്ധം ചെയ്യാൻ പറയുകയോ അതിന് പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നില്ല? അപ്പോ ഈ ചോദ്യം തുടങ്ങുന്നത് തന്നെ ഒരു വാട്ട് ഇഫ്, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്ന ഒരു സങ്കല്പത്തിൽ നിന്നാണ്. ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ. അതെ, അതായത് ഒരു പഴയകാല പ്രമാണവും ഇന്നത്തെ പണ്ഡിതരുടെ നിലപാടും തമ്മിലൊന്ന് താരതമ്യം ചെയ്യാനുള്ള ഒരു ശ്രമം. ഒരുപക്ഷെ ഒരു ദൈവശാസ്ത്രപരമായ ചോദ്യമാണ്. ഒരു ആശയപരമായ ചോദ്യം. മോനെ, ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമാണേ. ഇവിടെ നിന്റെ ഒരു കുത്തിത്തിരിപ്പും വർക്കാവില്ല കേട്ടോ. നിങ്ങളുടെ ചോദ്യം ഒരു സംശയമല്ല, അതൊരു പ്രകോപനമാണ്. ഇത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ദിവസവും കാണുന്ന ഒരു കാര്യമാണല്ലേ. ആളുകൾ പലപ്പോഴും സംസാരിക്കുന്നത് മറ്റുള്ളവരെ മനസ്സിലാക്കാനല്ല, വാദിച്ച് ജയിക്കാൻ വേണ്ടിയാണ്. ശരിയാണ്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. ഒരാൾ ഒരു പുസ്തകത്തെക്കുറിച്ചാണ് സംസാരിച്ചതെങ്കിൽ മറ്റേയാൾ സംസാരിച്ചത് ആ പുസ്തകം വായിക്കുന്ന ആളെക്കുറിച്ചാണ്. അതോടെ സംഭാഷണം വഴിമുട്ടി. നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.